നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാണ് ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. എന്നാൽ നേതൃത്വത്തിന് തലവേദനയാവുകയാണ് ചില ആഭ്യന്തര പ്രശ്നങ്ങൾ. കൗൺസിലർ തിരുവനാലിന്റെ ആത്മഹത്യയായിരുന്നു അടുത്തിടെ ഉണ്ടായ ആദ്യ പ്രശ്നം. പിന്നാലെ MS കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ആഘാതത്തിൽ നിന്ന് കരകയറുന്നതിന് മുമ്പ് ഇന്ന് ഒരു പ്രവർത്തകൻ കൂടി ജീവനൊടുക്കിയിരിക്കുന്നു. അതും പ്രാദേശിക ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച്. ഇതിനെയെല്ലാം പാർട്ടി എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അപ്രതീക്ഷിതം ഈ അപകടം. ജമ്മു കാശ്മീർ നൌഗാം പോലീസ് സ്റ്റേഷനിലെ സ്ഫോടനത്തിൽ ഊഹാപോഹങ്ങൾ വേണ്ടെന്ന് കേന്ദ്രം. അട്ടിമറിയില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. സ്ഫോടനത്തിൽ 9 മരണം, 32 പേർക്ക് പരിക്ക്. പലരുടെയും നില അതീവ ഗുരുതരം. അപകടം ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെ. നിതീഷ് തന്നെ നയിക്കും. ബീഹാറിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവം. ബി.ജെ.പിക്ക് 2 ഉപമുഖ്യമന്ത്രി സ്ഥാനം. സത്യപ്രതിജ്ഞ ഈ മാസം 18 സൂചന. കനത്ത തോൽവി വിലയിരുത്തി കോൺഗ്രസ്. വോട്ടുകൊള്ളയിലെ തെളിവ് പുറത്തുവിടുമെന്ന് KC വേണുഗോപാൽ. തോൽവിക്ക് പിന്നാലെ RJDയിൽ പൊട്ടിത്തെറി. രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നുവെന്ന് ലാലുവിന്റെ മകൾ രോഹിണി ആചാര്യ. ഭക്തർക്കായി മാറ്റത്തോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. K. ജയകുമാർ പ്രസിഡന്റായും K. രാജു ബോർഡ് അംഗമായും സത്യപ്രതിജ്ഞ ചെയ്തു. വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമായി ദേവസ്വം ബോർഡിനെ മാറ്റുമെന്ന് K. ജയകുമാർ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ തുറക്കും. ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ട്. SIR-നെതിരെ സർക്കാരും CPM-ഉം സുപ്രീം കോടതിയിലേക്ക്. കക്ഷി ചേരുമെന്ന് UDF. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് SIR നടപ്പാക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിൽ വീണ്ടും ആവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ. സമയബന്ധിതമായി SIR നടപ്പാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇതല്ല പരിഹാരം. സീറ്റ് നിഷേധിച്ചതിൽ മനംനൊന്ത് തിരുവനന്തപുരത്ത് ബി.ജെ.പി. പ്രവർത്തകൻ ജീവനൊടുക്കി. ആത്മഹത്യ ചെയ്തത് തൃക്കണ്ണാപുരം സ്വദേശി ആനന്ദ് K. തമ്പി. ആത്മഹത്യാക്കുറിപ്പിൽ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണം. സ്ഥാനാർത്ഥിയാക്കിയത് മണ്ണ് മാഫിയക്കാരനെയെന്നും പരാമർശം. ദൗർഭാഗ്യകരമെന്നും കാരണങ്ങൾ പരിശോധിക്കുമെന്നും ബി.ജെ.പി. ഇതൊരു പാഠമാകട്ടെ. പാലത്തായി പോക്സോ കേസിൽ അധ്യാപകനും ബി.ജെ.പി. നേതാവുമായ K. പത്മരാജന് ആയുഷ്കാല ജീവപര്യന്തം ശിക്ഷ. 10 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കുറ്റത്തിന് പോക്സോ പ്രകാരം 40 വർഷം തടവ്. ശിക്ഷ വിധിച്ചത് തലശ്ശേരി പോക്സോ കോടതി. വിധിയിൽ സന്തോഷമെന്ന് പ്രോസിക്യൂഷൻ. മാതൃകാപരമായ വിധിയെന്ന് CPM. ജീവനുകൂടി മറുപടി വേണം. ആലപ്പുഴ അരൂർ തുറവൂർ ഗർഡർ അപകടത്തിൽ അടിയന്തര സുരക്ഷാ ഓഡിറ്റിംഗിന് ദേശീയപാത അതോറിറ്റി. ചുമതല റൈറ്റ്സ് ലിമിറ്റഡ് കമ്പനിക്ക്. നടപടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ നിർദ്ദേശത്തെ തുടർന്ന്. IRC മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മാണമെന്ന് വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട്. കരാർ കമ്പനിയെ ഒഴിവാക്കിയേക്കും. കളിയുടെ നിറം മാറുന്നു. സഞ്ജു സാംസൺ ഇനി ചെന്നൈ സൂപ്പർ കിങ്സിൽ. താരക്കൈമാറ്റം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് IPL-ഉം CSK-യും. സഞ്ജുവിനെ CSK സ്വന്തമാക്കിയത് 18 കോടി രൂപയ്ക്ക്. കൊൽക്കത്ത ക്രിക്കറ്റ് ടെസ്റ്റിൽ പിടിമുറുക്കി ഇന്ത്യ. 2ാം ഇന്നിംഗ്സിലും ദക്ഷിണാഫ്രിക്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച. 93 റൺസിനിടെ 7 വിക്കറ്റ് നഷ്ടം. മേൽവിലാസത്തിൽ കുടുങ്ങി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് തിരിച്ചടി. മുട്ടട വാർഡ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി. അപ്പീൽ നൽകുമെന്ന് കോൺഗ്രസ്. പരാതിക്കാരനായ CPM നേതാവിന്റെ വീട്ടിൽ 25-ൽ-അധികം വോട്ടുകളെന്ന ആരോപണം. സ്ഥാനാർത്ഥിത്വം നിരസിച്ചതിൽ തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിൽ കൂട്ടരാജി. കൊച്ചി കോഴിക്കോട് കോർപ്പറേഷനുകളിൽ UDF-ൽ അതൃപ്തി. സ്റ്റോറി ഓഫ് ദ ഡേ. കടലിന്റെ പെൺമക്കളുടെ കഥ.
ഫോറൻസിക് നടപടിക്രമത്തിനിടെ അബദ്ധത്തിൽ ഒരു സ്ഫോടനം. ജമ്മു കശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. ഹരിയാനയിൽ നിന്ന് പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കുന്നതിനിടെയായിരുന്നു വലിയ അപകടമുണ്ടായത്. സ്ഫോടനത്തിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ അടക്കം 9 പേരാണ് മരിച്ചത്. 32 പേർക്ക് പരിക്കേറ്റു. അന്വേഷണത്തിന് ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഉത്തരവിട്ടിട്ടുണ്ട്. അതിനിടെ ഈ ചെങ്കോട്ട സ്ഫോടനത്തിൽ കസ്റ്റഡിയിലുള്ള 5 ഡോക്ടർമാരെ NIA ഡൽഹിയിലെത്തിച്ച് ചോദ്യം ചെയ്യാൻ ആലോചിക്കുകയാണ്. ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ റദ്ദാക്കിയിട്ടുണ്ട്. ഭീകരൻ ഒമറിന്റെ വീട് സുരക്ഷാ സേന തകർത്തതിനെ വിമർശിച്ച് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള രംഗത്തെത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലാണ് രാത്രി 11:23 സ്ഫോടനമുണ്ടായത്. ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് പിടികൂടിയ വൈറ്റ് കോളർ ടെറർ മോഡ്യൂളുകളായ ആദിൽ അഹമ്മദ്, മുസമ്മിൽ ഷെയ്ഖ് എന്നിവരിൽ നിന്ന് കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കളുടെ സാമ്പിൾ ശേഖരിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. വളരെ വേഗം സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു. 15 കിലോമീറ്റർ വരെ സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. हम लोग 11:22 पे धमाका हुआ, बहुत जोरदार धमाका हुआ. ठीक हो गया, धमाका हुआ, हम लोग पहले डर गए. 15-20 मिनट तो समझने में लगे ये है क्या, एयर बर्स्ट है या कुछ फटा है, क्या हुआ है, जलजला है. പിടിയിലായ ഭീകരരുമായി ബന്ധപ്പെട്ട് നൌഗാം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. ഈ സാഹചര്യത്തിലാണ് സാമ്പിളുകൾ ശേഖരിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചത്. നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർമാർക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. ജെയ്ഷെ മുഹമ്മദ് അനുകൂല പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. ഇതിനെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഡൽഹി സ്ഫോടനത്തിന്റെ സൂത്രധാരന്മാരുൾപ്പെടെ പിടിയിലായത്. പോലീസ് സംശയിച്ചതിൽ ഉമർ നബി മാത്രമാണ് പിടിയിലാകാനുണ്ടായിരുന്നത്. ഉമർ നബിക്ക് പിന്നാലെ തങ്ങളുണ്ടെന്ന് ജമ്മു കാശ്മീർ പോലീസ് എക്സിൽ കുതിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് വളരെ വേഗത്തിൽ സ്വയം ബോംബായി മാറി ഉമർ നബി ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തിയത്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനഗറിൽ അതീവ ജാഗ്രത തുടരുകയാണ്. CRPF IG ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പ്രദേശം നിലവിൽ കേന്ദ്ര സേനകളുടെ നിയന്ത്രണത്തിലാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ജമ്മു സ്ഫോടനത്തിൽ അട്ടിമറിയില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് ലോഖണ്ഡെ വാർത്താസമ്മേളനത്തിൽ അത് വ്യക്തമായി പറയുകയും ചെയ്തു. പരിശോധനയ്ക്കിടെയുണ്ടായ പൊട്ടിത്തെറിയാണെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയാണ്. മറ്റു തരത്തിലുള്ള ഊഹാപോഹങ്ങൾ അനാവശ്യമാണെന്നുകൂടി പറയുകയാണ് ജമ്മു കശ്മീരിന്റെ ചുമതലയുള്ള ആഭ്യന്തര സെക്രട്ടറി. The cause of the accident is being investigated. However, any other speculation into the cause of these incidents are unnecessary. The government stands in solidarity with the families of the deceased in this hour of grief. വൻ വിജയത്തിന് പിന്നാലെ ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാക്കുകയാണ് NDA. മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ തന്നെ തുടരും എന്നതിൽ വലിയ തർക്കം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ആരൊക്കെ ഉപമുഖ്യമന്ത്രിമാർ ആകും എന്നുള്ളതാണ് പ്രധാനം. BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാരെങ്കിലും ഉണ്ടാകും കഴിഞ്ഞ തവണത്തെ പോലെ എന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ LJP കുറച്ചുകൂടി കരുത്ത് തെളിയിക്കുകയാണ്. കുറച്ചുകൂടി എന്നല്ല, വളരെ വലിയ കരുത്താണ് LJP തെളിയിച്ചത്. ആ പശ്ചാത്തലത്തിൽ അവരെ കൂടി പരിഗണിക്കേണ്ടി വരും. അതേസമയം പ്രതിപക്ഷ സഖ്യത്തെ സംബന്ധിച്ച് കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. തോൽവിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പഴിച്ച് കോൺഗ്രസ് രംഗത്തെത്തുന്നുണ്ട്. ഒപ്പം തെളിവുകൾ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ചരിത്ര വിജയം നേടിയാണ് ബീഹാറിൽ NDA സഖ്യം തുടർഭരണം ഉറപ്പാക്കിയത്. BJPയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിലേക്ക് തന്നെയാണ് എത്തുക. നിതീഷിനെ പിണക്കിയാൽ കേന്ദ്രഭരണത്തിൽ ഉൾപ്പെടെ അത് പ്രതിഫലിക്കും. ഈ സാഹചര്യത്തിലാണ് നിതീഷിനെ തന്നെ മുൻനിർത്തി മുന്നോട്ടു പോകാൻ NDA തീരുമാനിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുമോ എന്നതിലും ആലോചന നടക്കുന്നുണ്ട്. പക്ഷേ തൽക്കാലം അത്തരം ചർച്ചകളിലേക്ക് പോകണ്ട എന്നാണ് BJPയുടെ തീരുമാനം. അതേസമയം ഘടകകക്ഷികളിൽ ഏറ്റവും കരുത്ത് കാട്ടിയ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് അർഹമായ പരിഗണന മന്ത്രിസഭയിലുണ്ടാകും. കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരോ മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണമോ ആയിരിക്കും വർദ്ധിപ്പിക്കുക. നില മെച്ചപ്പെടുത്തിയ HAM, RLM എന്നിവരും കൂടുതൽ മന്ത്രിസ്ഥാനത്തിനായി നീക്കം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം വലിയ പരാജയം ഏറ്റുവാങ്ങിയ മഹാസഖ്യം തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു. പ്രചാരണത്തിൽ ഉൾപ്പെടെ പിന്നോട്ടുപോയത് തിരിച്ചടിയായി എന്നാണ് നിലവിലെ വിലയിരുത്തൽ. ഫലം പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നാണ് നേതാക്കൾ പറയുന്നത്. कारण क्या है, गठबंधन में क्या हुआ है, हमारी वोट कटे, कैसे कटे, क्यों कटे, सबका थोड़ा सा एनालिसिस करना पड़ेगा. तो 1-2 दिन में क्लियर पिक्चर हो जाएगा कि क्या हुआ और क्या नहीं हुआ, और या क्या होना चाहिए था और क्या नहीं हुआ.
വോട്ടർ അധികാർ യാത്ര നടത്തിയ രാഹുൽ ഗാന്ധി തുടർ പ്രചരണങ്ങളുമായി ബീഹാറിൽ സജീവമാകാതിരുന്നത് തിരിച്ചടിയായി എന്നാണ് മഹാസഖ്യം വിലയിരുത്തുന്നത്. വോട്ടർ അധികാർ യാത്ര കടന്നുപോയ സ്ഥലങ്ങളിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ മഹാസഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ദേശീയതലത്തിലുള്ള കോൺഗ്രസിന്റെ നായകത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങാനുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങൾക്കും ഇത് തിരിച്ചടിയായിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നിറയെ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. കൃത്യമായ വിശകലനം ഈ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുകയാണ്. വലിയ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെന്നും ഡാറ്റകൾ ശേഖരിച്ച് പരിശോധിക്കുമെന്നും തെളിവുകൾ പുറത്തുവിടുമെന്നാണ് KC വേണുഗോപാലിന്റെ വാക്കുകൾ. അതേസമയം മതേതര പാർട്ടികൾ ആത്മപരിശോധന നടത്തണം എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. ജനവിധിയെ അധിക്ഷേപിക്കുന്ന കോൺഗ്രസ് നിലപാട് ശരിയല്ല എന്നായിരുന്നു V മുരളീധരന്റെ പ്രതികരണം. ആർക്കും വിശ്വസിക്കാവുന്ന റിസൾട്ട് അല്ല ബീഹാറിൽ വന്നിരിക്കുന്നത്. ഇതിനകത്ത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ ഇതിനെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 17C ഫോം അടക്കം എല്ലാ ബൂത്തുകളിൽ നിന്നും എടുക്കുകയാണ്. കൃത്യമായിട്ടുള്ള എവിഡൻസുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. ബീഹാർ തിരഞ്ഞെടുപ്പ് പരാജയം മതനിരപേക്ഷ ശക്തികൾ ശരിയായ രീതിയിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത്. രാഷ്ട്രീയമായ ഒരു അജണ്ട ഇലക്ഷൻ കമ്മീഷനിലൂടെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കായി എന്നുള്ള പരസ്യ പ്രഖ്യാപനമാണ് ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ജനാധിപത്യത്തെ അവഹേളിക്കുന്ന സമീപനം, ആ സമീപനത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പിന്മാറണം. NDAക്ക് വോട്ട് ചെയ്തവരൊക്കെ നിലവാരമില്ലാത്തവരാണ് എന്നുള്ള സമീപനം, ആ സമീപനം കോൺഗ്രസ് അവസാനിപ്പിക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിക്കൂട്ടിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അതിനിടെ ഒരു മണ്ഡലകാലം കൂടി എത്തുകയാണ്. ഈ സമയത്താണ് പുതിയ ഭരണസമിതി ചുമതലയേറ്റ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ IAS പ്രസിഡന്റായും അംഗമായി മുൻമന്ത്രി K രാജുവും ഇന്ന് ചുമതലയേറ്റു. വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമായി ദേവസ്വം ബോർഡിനെ മാറ്റുമെന്നും വിശ്വാസം വ്രണപ്പെടാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനാണ് ശ്രമമെന്നും K ജയകുമാർ IAS പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണം തുടരുന്നതിനിടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ ഭരണസമിതി ചുമതലയേറ്റത്. പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ IASഉം അംഗമായി മുൻ മന്ത്രി K രാജുവും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. ദേവനെ പരിരക്ഷിക്കുന്ന ബോർഡാണ് ദേവസ്വം ബോർഡ് എന്ന അഭിമാനമാണ് ഭക്തർക്കുണ്ടായിരുന്നത്. അത് തിരിച്ചുപിടിക്കും. വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമായി ദേവസ്വം ബോർഡിനെ മാറ്റും. ശബരിമലയിൽ അനഭിപ്രതമായ കാര്യങ്ങൾ നടക്കുന്നു. സമീപനങ്ങളിലെ ചില വൈകല്യങ്ങളുണ്ട്. അതെല്ലാം പരിശോധിച്ച് ആവർത്തിക്കാനിടയില്ലാത്ത തരത്തിൽ നടപടി സ്വീകരിക്കുമെന്നും പുതിയ പ്രസിഡന്റ് പറഞ്ഞു. കാലം കൽപ്പിച്ചു തന്ന ഒരു മുഹൂർത്തമായി ഞങ്ങൾ കാണുകയാണ്. വിശ്വാസിക്ക് വേണ്ടി ഫോർ ദി ഡിവോട്ടി, ബൈ ദ ഡിവോട്ടി, ഓഫ് ദി ഡിവോട്ടി എന്ന തരത്തിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഭക്തജനങ്ങളെ, വിശ്വാസികളെ കേന്ദ്രിതമാക്കിക്കൊണ്ട്, കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ട് അവരുടെ വിശ്വാസം ആർജിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി ദേവസ്വം ബോർഡിനെ രൂപാന്തരപ്പെടുത്തുവാനും ഭഗവാന്റെ കാരുണ്യം ആവോളം ഉണ്ടാകട്ടെ. ബോർഡ് അംഗമായി മുൻ മന്ത്രിയും CPI നേതാവുമായ അഡ്വക്കേറ്റ് K രാജുവും സത്യപ്രതിജ്ഞ ചെയ്തു. ബോർഡിന്റെ പ്രതിച്ഛായ നിലനിർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. പൂർണ്ണ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നതെന്ന് PS പ്രശാന്ത് പ്രതികരിച്ചു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മന്ത്രിമാരായ V ശിവൻകുട്ടി, രാമചന്ദ്രൻ കടന്നപ്പള്ളി, GR അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. 2 വർഷത്തേക്കാണ് ഭരണസമിതിയുടെ കാലാവധി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സൂചിപ്പിച്ചതുപോലെ അടുത്ത മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കം കുറിക്കുകയാണ്. നാളെ ശബരിമല നട തുറക്കും. വൈകിട്ട് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറക്കുക. പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണവും നാളെ നടക്കും. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട നാളെ വൈകിട്ട് 5-ന് തുറക്കും. തന്ത്രി മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ നിലവിലെ മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറക്കുക. നിയുക്ത ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണവും നാളെ നടക്കും. വൃശ്ചികം 1 മുതലായിരിക്കും പുതിയ മേൽശാന്തിമാർ നട തുറക്കുക. ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ്, ഓൺലൈൻ ബുക്കിംഗ് എന്നിവ ലഭ്യമാണ്. ഓൺലൈനായി 70,000 പേർക്കും തത്സമയ ബുക്കിംഗ് വഴി 20,000 പേർക്കും ഉൾപ്പെടെ പ്രതിദിനം 90,000 പേർക്കാണ് പ്രവേശനം. പമ്പയിൽ വരി നിൽക്കാൻ 10 പുതിയ നടപ്പന്തലും മണപ്പുറത്ത് 4,000 പേരെ ഒരേ സമയം ഉൾക്കൊള്ളുന്ന ജർമ്മൻ പന്തലും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഇൻഷുറൻസ് പദ്ധതിയും ബോർഡ് നടപ്പാക്കുന്നുണ്ട്. ഗതാഗതം, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകളും മണ്ഡലകാലത്തിനായി തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി. ജനുവരി 14-നാണ് മകരവിളക്ക്. അമൃത ന്യൂസ്, പത്തനംതിട്ട.
ഒരു അധ്യാപകൻ ഒരിക്കലും ചെയ്തുകൂടാത്തതാണ് കണ്ണൂർ പാലത്തായിയിൽ കെ പത്മരാജൻ ചെയ്തത്. അതിന് മാതൃകാപരമായ ശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ് കോടതി. 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകനും BJP നേതാവുമായ കെ പത്മരാജന് ആജീവനാന്ത ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയുടേതായിരുന്നു ശിക്ഷാവിധി. പാലത്തായിൽ 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകനും BJP നേതാവുമായ കെ പത്മരാജന് 376A, 376B വകുപ്പുകൾ പ്രകാരം മരണം വരെ ജീവപര്യന്തമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. പോക്സോ ആക്ട് പ്രകാരം ആദ്യം 20 വർഷം കഠിന തടവും ഇതിനുശേഷം ജീവപര്യന്തം ശിക്ഷയും അനുഭവിക്കണമെന്നും തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയുടെ വിധിയിൽ പറയുന്നു. ഏറെ സന്തോഷകരമായ വിധിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. ജീവിത അവസാനം വരെയാണ് അദ്ദേഹത്തിന് ശിക്ഷ കോടതി വിധിച്ചിട്ടുള്ളത്. വളരെ സന്തോഷകരമായ ഒരു വിധിയാണ്. അർഹമായ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് കോടതിയുടെ ഉത്തരവിലുണ്ട്. അത് DLSA അതിന്റെ ജില്ലാതല കമ്മിറ്റി ചേർന്നിട്ട് ആവശ്യമായ ഫണ്ട് ഈ കുട്ടിക്ക് അനുവദിക്കുന്നതാണ്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഭാര്യയും മക്കളും അമ്മയും അടങ്ങുന്ന കുടുംബമാണെന്നും ശിക്ഷയിൽ ഇളവ് വേണമെന്നും പ്രതി കോടതിയിൽ ആവശ്യപ്പെട്ടുവെങ്കിലും കേസിന്റെ മെറിറ്റാണ് പരിശോധിച്ചതെന്നായിരുന്നു കോടതിയുടെ മറുപടി. 2020 ജനുവരിക്കും ഫെബ്രുവരിക്കുമിടയിലാണ് കേസിനാസ്പദമായ സംഭവം. പാലത്തായിലെ 10 വയസ്സുകാരിയെ സ്കൂളിനകത്തും പുറത്തും വെച്ച് 3 തവണ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. അധ്യാപകനെതിരായ പരാതി തലശ്ശേരി DYSP പാനൂർ പോലീസിനാണ് കൈമാറിയത്. 2020 ഏപ്രിൽ 15-ന് ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിഞ്ഞ പത്മരാജനെ അറസ്റ്റ് ചെയ്തു. ഇതിനിടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. പോക്സോ വകുപ്പ് ചുമത്താതെ 90 ദിവസം തികയുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകി. 5 അന്വേഷണ സംഘങ്ങൾ മാറി മാറി അന്വേഷിച്ച കേസിൽ 2021 മെയ്യിലാണ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. ഇതെല്ലാം വലിയ പ്രതിഷേധത്തിനും രാഷ്ട്രീയ വിവാദങ്ങൾക്കും കാരണമായിരുന്നു. തുടർന്ന് 2024 ഫെബ്രുവരിയിൽ തുടങ്ങിയ വിചാരണയ്ക്കൊടുവിലാണ് തലശ്ശേരി പോക്സോ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. അമൃത ന്യൂസ്, കണ്ണൂർ. പാലത്തായി വിധിയിൽ സന്തോഷമുണ്ടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. കേസിൽ പരാതി ഉണ്ടായപ്പോൾ പോലീസിനോട് ഇടപെട്ട് കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കേരള പോലീസും സർക്കാർ അഭിഭാഷകരും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുവെന്നും KK ശൈലജ പറഞ്ഞു. പാലത്തായി കേസിലെ കോടതി വിധി എല്ലാവർക്കും സന്തോഷവും ആഹ്ലാദവും പകരുന്നതാണ്. 9 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ അധ്യാപകൻ, BJPയുടെ നേതാവ് പത്മരാജൻ സ്കൂളിൽ അവധി ദിവസം വിളിച്ചു വരുത്തിയും സ്കൂളുള്ള ദിവസം സ്കൂളിന്റെ ബാത്റൂമിൽ കൊണ്ടുപോയി വലിയ സങ്കടകരമായ രീതിയിൽ, ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു കേസ്. സീറ്റ് നിഷേധിച്ചതിൽ മനം നൊന്ത് തിരുവനന്തപുരത്ത് BJP പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു. തൃക്കണ്ണാപുരം സ്വദേശി ആനന്ദ് K തമ്പിയായിരുന്നു മരിച്ചത്. ആത്മഹത്യാക്കുറിപ്പിൽ RSS BJP നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. മണ്ണുമാഫിയ സംഘവുമായി പാർട്ടിക്ക് ബന്ധമുണ്ട് എന്നും ആ സംഘത്തിൽപ്പെട്ട ആളെയാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്നും അടക്കം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ആനന്ദിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. മണ്ണുമാഫിയ ബന്ധം എന്ന ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് BJP. ഏതായാലും BJPയെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ സംഭവം. വൈകിട്ട് 4:30യോടുകൂടിയാണ് വീടിന് സമീപമുള്ള ഷെഡിനുള്ളിൽ ആനന്ദ് K തമ്പി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സുഹൃത്തുക്കൾക്ക് വാട്സാപ്പിലൂടെ ആത്മഹത്യാക്കുറിപ്പ് അയച്ച ശേഷമാണ് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. ഉടൻ സുഹൃത്തുക്കൾ പോലീസിനെ വിവരമറിയിക്കുകയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. BJPയുടെയും RSSന്റെയും സജീവ പ്രവർത്തകനാണ് ആനന്ദ് K തമ്പി. തൃക്കണ്ണാപുരത്ത് മത്സരിക്കാനായി പാർട്ടി സീറ്റ് നിഷേധിച്ചതിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്യുന്നുവെന്നാണ് ആനന്ദിന്റെ കുറിപ്പിലുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ച സമയത്ത് പ്രവർത്തകർ സമ്മർദ്ദത്തിലാക്കിയെന്നും നാടിനും വീടിനും വേണ്ടാതെ ജീവിക്കാൻ കഴിയില്ല എന്നുമാണ് പറയുന്നത്. തൃക്കണ്ണാപുരത്ത് BJP സ്ഥാനാർത്ഥിയാകാൻ താൽപര്യം RSS BJP നേതാക്കളെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ മണ്ണ് മാഫിയ സംഘം പാർട്ടിയുടെ നേതൃത്വത്തെ പിടിമുറുക്കിയെന്നും അതുകൊണ്ടാണ് അതുമായി ബന്ധമുള്ളയാളെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും ആരോപിക്കുന്നു. പ്രാദേശിക നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടെ കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. തന്റെ ഭൗതിക ശരീരം RSS BJP പ്രവർത്തകരെ കാണാൻ അനുവദിക്കരുതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. എന്നാൽ തൃക്കണ്ണാപുരം മണ്ഡലം കമ്മിറ്റി തന്ന 5 പേരുടെ പട്ടികയിൽ ആനന്ദിന്റെ പേര് ഉണ്ടായിരുന്നില്ല എന്നും അത്തരം ചർച്ചകളൊന്നും നടന്നിരുന്നില്ല എന്നുമാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. പാർട്ടിയുടെ മണ്ണ് മാഫിയ ബന്ധമെന്ന ആരോപണത്തെ നഖശിഖാന്തം എതിർക്കുകയാണ് BJP നേതൃത്വം. കൗൺസിലറായിരുന്ന തിരുമല അനിലിന്റെ ആത്മഹത്യയും മുൻ വക്താവ് MS കുമാറിന്റെ FB പോസ്റ്റും BJPയെ പ്രതിരോധത്തിലാക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മറ്റൊരു തിരിച്ചടിയായി ആനന്ദിന്റെ ആത്മഹത്യയും മാറുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ആനന്ദിന്റെ ആത്മഹത്യ ദൗർഭാഗ്യകരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ആത്മഹത്യയുടെ കാരണം ഉൾപ്പെടെ പരിശോധിക്കുമെന്നും ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ ജില്ലാ അധ്യക്ഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞാൻ കേട്ടു, അത് വളരെ സങ്കടമുണ്ടെന്ന് കേൾക്കുമ്പോൾ വിഷമമുണ്ട്. ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് നോക്കാൻ എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അത് വളരെ സങ്കടമുള്ളൊരു പോയിൻ്റാണ്. അത് വളരെ വിഷമമുണ്ട്. പക്ഷേ ജില്ലാ പ്രസിഡന്റ് ഞാൻ സംസാരിച്ചു, കരമന ജയന്തിയോട് സംസാരിച്ചിട്ടുണ്ട്. നോക്കണം, എന്നിട്ട് ഞാൻ നോക്കണം. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് വളരെ വൈകാരികമായിട്ടാണ്. SIR-നെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുന്ന കാര്യം വേഗത്തിലാക്കാനാണ് സർക്കാർ തീരുമാനം. ഹർജിയിൽ കക്ഷി ചേരുമെന്ന് UDF അറിയിച്ചിട്ടുണ്ട്. SIR വിവരശേഖരണത്തിന്റെ പുരോഗതി അറിയിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ നേതാക്കൾ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് SIR നടപടിക്രമങ്ങൾ നിർത്തിവെക്കണമെന്ന് LDF-ഉം UDF-ഉം ആവശ്യപ്പെട്ടു. എന്നാൽ സമയബന്ധിതമായി തന്നെ SIR പൂർത്തിയാക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയത്. ഇതേ തുടർന്നാണ് നിയമ നടപടി വേഗത്തിലാക്കാൻ രാഷ്ട്രീയ നേതൃത്വം തീരുമാനിച്ചത്. വ്യാജ വോട്ടുകൾ നീക്കം ചെയ്യപ്പെടും എന്നതിനാലാണ് കേരളത്തിൽ കോൺഗ്രസും CPM-ഉം SIR-നെ എതിർക്കുന്നതെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം SIR-നെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആവർത്തിക്കുകയാണ്. CPM നിയമപരമായി തന്നെ SIR-ന് എതിരാണെന്നും വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന പ്രക്രിയയിൽ നിന്ന് പിന്നോട്ട് പോയാൽ പക്ഷേ അത് കേരളത്തിൽ വലിയ വോട്ട് ചോർച്ച ഉണ്ടാക്കുമെന്നും CPM സെക്രട്ടറി പറയുകയാണ്. വോട്ടർ ലിസ്റ്റിൽ നിന്ന് മാറ്റിവെച്ചു. വോട്ടർ ലിസ്റ്റിൻ്റെ ശുദ്ധീകരണം ആണ് നടന്നത്. വോട്ടർ ലിസ്റ്റിൽ ഫേക്ക് വോട്ടർ കയറ്റിയിട്ട് ഇതുവരെ രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടികളായിരുന്നു RJD-യും കോൺഗ്രസും. ഇവിടെ ചെയ്യുന്നത് CPM-ഉം കോൺഗ്രസും. അല്ല, നിയമപരമായി ഞങ്ങളിതിനെതിരാണ്. അതുകൊണ്ട് നിയമയുദ്ധം നടക്കും. നിയമയുദ്ധം നടത്തുന്നു എന്നുള്ളതുകൊണ്ട് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ നിന്ന് പിന്നോട്ടേക്ക് പോയാൽ അതിൻ്റെ അനന്തരഫലം വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴിവാക്കപ്പെടുന്ന നിലയാണ് ഇന്നത്തെ സ്ഥിതിയിലുണ്ടാകുക. അത് ഫലപ്രദമായിട്ട് കണ്ട് എല്ലാവരും, അത് ഞങ്ങൾ ഇന്ന പാർട്ടി എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 18 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ടാക്കണം. കർണാടകയിലെ വോട്ടുചോരി ആരോപണത്തിൽ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. ബംഗാൾ സ്വദേശി ബാപ്പി ആദ്യയാണ് SIT അറസ്റ്റ് ചെയ്തത്. ആലന്ത് മണ്ഡലത്തിലെ വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടുമാറ്റിയ കേസിലാണ് അറസ്റ്റ്. BJP നേതാവ് സുഭേഷ് ഗുട്ടേദാറാണ് തട്ടിപ്പിന് കരാർ നൽകിയതെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. OTP BJP നേതാവിന്റെ ഡേറ്റാ സെന്ററിൽ എത്തിച്ചു നൽകിയെന്നും ഇതിനായി പ്രത്യേക വെബ്സൈറ്റ് ഉപയോഗിച്ചുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. സെപ്റ്റംബർ 18-നാണ് രാഹുൽ ഗാന്ധി വോട്ടുചോരി ആരോപണം ഉയർത്തി രംഗത്തെത്തിയത്. 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി വൻതോതിൽ വോട്ടർമാരുടെ പേരുകൾ വെട്ടിക്കുറച്ചെന്നായിരുന്നു ആരോപണം. ആലപ്പുഴ അരൂർ തുറവൂർ മരണക്കെണിക്ക് മുന്നിൽ ഒടുവിൽ കണ്ണു തുറക്കുകയാണ് അധികൃതർ. നടപടികൾ വേഗത്തിലാക്കുകയാണ്. അടിയന്തര സുരക്ഷാ ഓഡിറ്റിംഗിന് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. നടപടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. അപകടം നടന്ന അടുത്ത ദിവസമാണ് ദേശീയപാത അതോറിറ്റി വിദഗ്ധ സംഘങ്ങളുടെ നേതൃത്വത്തിൽ അരൂരിൽ സന്ദർശനം നടത്തിയത്. ദേശീയപാത വിദഗ്ധ സമിതി അംഗങ്ങളായ AK ശ്രീവാസ്തവ, SH അശോക് കുമാർ മാത്തൂർ എന്നിവരാണ് അരൂരിലെത്തിയത്. ഇവർക്കൊപ്പം NHAA അംഗം വെങ്കിട്ടരമണയും അരൂരിലെത്തിയിരുന്നു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സന്ദർശനം. ഇതിനു പിന്നാലെയാണ് നിർമ്മാണത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലുണ്ടായത്. IRC മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണമെന്നും വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് സുപ്രധാന ഓഡിറ്റിനുള്ള നിർദ്ദേശം. ചട്ടങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണമെങ്കിൽ കരാർ കമ്പനിയെ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 50-നോടടുത്ത ആളുകൾ മരണപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഹരിപ്പാട് സ്വദേശി രാജേഷ് ഗഡർ വീണ് മരണപ്പെട്ടത്. മുൻപും മതിയായ സുരക്ഷ ഒരുക്കാതെയാണ് നിർമ്മാണം നടക്കുന്നത് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും ഇതിന്റെ ഭാഗമായി നാട്ടുകാർ ഉയർത്തിയിരുന്നു. എന്നാൽ 50ഓളം മരണങ്ങൾക്ക് ശേഷമാണ് അധികൃതർ വിഷയത്തിൽ കണ്ണു തുറക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. IPL-ന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ താര കൈമാറ്റമാണ് നടന്നത്. രാജസ്ഥാൻ റോയൽസ് താരം സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തി.
18 കോടി രൂപയ്ക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജുവിനെ സ്വന്തമാക്കിയത്. പകരം രവീന്ദ്ര ജഡേജ, സാം കരൺ എന്നിവർ രാജസ്ഥാനിലും എത്തിയിട്ടുണ്ട്. 2013 സഞ്ജു രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗമായത്. 14 കോടി രൂപയ്ക്കാണ് ജഡേജ രാജസ്ഥാന്റെ ഭാഗമാകുന്നത്. 18 കോടി രൂപയായിരുന്നു മുമ്പ് ജഡേജയുടെ കരാർ മൂല്യം. 2.4 കോടി രൂപയാണ് സാം കറന്റെ മൂല്യം. ടീമിന്റെ ജേഴ്സി അണിഞ്ഞ സഞ്ജുവിന്റെ AI വീഡിയോ പങ്കുവച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് താരത്തിന്റെ വരവ് സ്ഥിരീകരിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് സിംഹത്തിന്റെ സ്വന്തം മടയിലേക്ക് എന്ന കുറിപ്പോടുകൂടി ഇല്ലുമിനാറ്റി എന്ന പാട്ടിന്റെ അകമ്പടിയോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഒന്നാം ടെസ്റ്റിന്റെ 2ാം ദിവസം ദക്ഷിണാഫ്രിക്കയെ വരിഞ്ഞു മുറുക്കി ഇന്ത്യൻ ബൗളർമാർ. 2ാം ദിനം കളി നിർത്തുമ്പോൾ ദക്ഷിണാഫ്രിക്ക 7 വിക്കറ്റ് നഷ്ടത്തിൽ 93 റൺസ് എന്ന നിലയിലാണ്. പേസിനും സ്പിന്നിനും ഒരുപോലെ ആനുകൂല്യം ലഭിച്ച പിച്ചാണ് ഈഡൻ ഗാർഡൻസിലേത്. രവീന്ദ്ര ജഡേജ 4ഉം കുൽദീപ് യാദവ് 2ഉം വിക്കറ്റ് വീഴ്ത്തി. 29 റൺസുമായി ക്യാപ്റ്റൻ ടെംബോ ബാവുമയും 1 റൺസുമായി കോർബിൻ ബോഷുമാണ് ക്രീസിൽ. ഒന്നാം ഇന്നിംഗ്സിൽ 159 റൺസാണ് ദക്ഷിണാഫ്രിക്ക എടുത്തത്. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് 189 റൺസിന് അവസാനിച്ചു. മേൽവിലാസത്തിൽ കുടുങ്ങി സ്ഥാനാർത്ഥിത്വം പോയ ഒരു വാർത്തയാണിനി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് തിരിച്ചടിയായി മാറുകയാണത്. മുട്ടട വാർഡിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി. CPMന്റെ പരാതി അംഗീകരിച്ചാണ് പേര് നീക്കം ചെയ്തത്. അപ്പീൽ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. എന്നാൽ പരാതിക്കാരനായ CPM നേതാവ് ധനേഷ് കുമാർ അയാളുടെ മേൽവിലാസത്തിൽ 20-ലധികം പേര് ചേർത്തതായാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സപ്ലിമെന്ററി ലിസ്റ്റിൽ വൈഷ്ണയുടെ പേരില്ലാതെ വന്നതോടെയാണ് മത്സരിക്കാനുള്ള യോഗ്യത നഷ്ടമായത്. മുട്ടടയിൽ കുടുംബ വീടുള്ള വൈഷ്ണ അമ്പലമുക്കിലെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എന്നാൽ വൈഷ്ണ മുട്ടട വാർഡിലെ സ്ഥിരതാമസക്കാരിയല്ലെന്നും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ അപേക്ഷയിൽ മേൽവിലാസം തെറ്റായി രേഖപ്പെടുത്തിയെന്നും CPM പരാതി നൽകുകയായിരുന്നു. ഇതാണ് കമ്മീഷൻ അംഗീകരിച്ചത്. താൻ ജയിക്കുമെന്നുള്ള ഒരു ട്രെൻഡ് വന്നുവെന്നും അതിന്റെ ടെൻഷനാകും CPMനെ എന്നും വൈഷ്ണ പറഞ്ഞു. ആദ്യമേ നമ്മൾ ജയിക്കുമെന്നുള്ളൊരു ട്രെൻഡ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ ഒരു 25 വർഷം കൊണ്ട് അവരുടെ സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ അത് പോകുമ്പോൾ ഉള്ളൊരു ടെൻഷൻ അവർക്കുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതേസമയം പരാതി നൽകിയ മുട്ടട CPM ബ്രാഞ്ച് സെക്രട്ടറി അംഗം ധനേഷ് കുമാറിനെതിരെ കോൺഗ്രസും രംഗത്തെത്തി. പരാതിക്കാരന്റെ വീട്ടിൽ 20-ലധികം വോട്ട് ചേർത്തതായി കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ധനേഷ് കുമാർ വ്യക്തമാക്കി. ആ കാര്യത്തിൽ ഒരു കഴമ്പുമില്ല. 2000-ലാണ് മുട്ടട വാർഡ് രൂപീകരിക്കുന്നത്. ആ മുട്ടട വാർഡ് രൂപീകരിച്ചപ്പോഴത്തേക്ക് അവർ തയ്യാറാക്കിയ വോട്ടർ പട്ടികയാണ്. അതിൽ വന്നിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. അല്ലാതെ എൻ്റെ പേരിൽ എൻ്റെ വീട്ടിലോ ഞാനോ എൻ്റെ ഭാര്യയോ അല്ലാതെ വേറെ ഒരാളെയും ഞാൻ ചേർത്തിട്ടുമില്ല. ആ വീട്ടിൽ വേറെ ആരും താമസവും ഇല്ല. വൈഷ്ണയുടെ പേര് നീക്കം ചെയ്ത സംഭവത്തിൽ അപ്പീൽ നൽകാനുള്ള നീക്കം കോൺഗ്രസ് ആരംഭിച്ചു. ഒപ്പം ധനേഷ് കുമാറിനെതിരായ പരാതിയിൽ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതോടെ കൊച്ചി കോർപ്പറേഷനിൽ സീറ്റ് ലഭിക്കാത്ത പലരും അതൃപ്തി പ്രകടമാക്കി കളം നിറയുകയാണ്. UDF മുൻ ഡെപ്യൂട്ടി മേയർ KR പ്രേംകുമാർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് തീരുമാനം. വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി സജി കബീറും പാർട്ടി തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ആലുവ നഗരസഭയിൽ പ്രതിപക്ഷ നേതാവായ ഇടതുമുന്നണിയുടെ ഗെയിൽസ് ദേവസി പയ്യപ്പള്ളി അംഗത്വം രാജിവെച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. മാറ്റങ്ങൾ അങ്ങനെ സജീവമായി തുടരുകയാണ് യഥാർത്ഥത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പണമിടപാട് നടന്നുവെന്ന് ആരോപിച്ചാണ് വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി സജി കബീർ പാർട്ടി വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. LDF ഭരണസമിതിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന TK അഷ്റഫിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സജി കബീർ പാർട്ടി വിട്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് മട്ടാഞ്ചേരി ഡിവിഷനിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയായിരുന്നു TK അഷ്റഫ്. ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും ഉൾപ്പെടെ ഒരു കച്ചവടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ ഡീൽ നടത്തിയിരിക്കുന്നത് TK അഷ്റഫും PMA സലാമും കൂടിയാണ്. അതിൻ്റെ ഉപകാരമായിട്ടാണ് TK അഷ്റഫിന് കറുകപ്പള്ളിയിൽ സീറ്റ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് LDFന് പിന്തുണ കൊടുത്തിട്ട് 5 വർഷം LDFൻ്റെ കൂടെയായിരുന്നു അങ്ങേര്. പെട്ടെന്നാണ് ഇപ്പം ഇത് കാരണം ഭരണത്തിൻ്റെ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണതാണ്. അപ്പം
നിലപാടുകൾ മാറ്റിക്കൊടുക്കുന്ന വ്യക്തിയാണ് ടി കെ അഷ്റഫ്. ഫോർട്ട് കൊച്ചി 61 ഡിവിഷനിലെ പ്രതിനിധിയായ മുൻ ഡെപ്യൂട്ടി മേയർ പ്രേംകുമാർ പാർട്ടി അവഗണനയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിനെതിരെ മത്സരിക്കാൻ തീരുമാനിക്കുന്നത്. ഇത്തവണ ബോധപൂർവം പള്ളുരുത്തിയിലോ തോപ്പമ്പടി കൊച്ചിയിലോ ഒരു സ്ഥലത്തുമില്ലാത്ത കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായ CMPക്കാണ് ആ സീറ്റ് നൽകിക്കൊണ്ട് ബോധപൂർവം എന്നെ ഈ കോൺഗ്രസിൻ്റെ ചിത്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചത്. എറണാകുളം ജില്ലയിലെ അതികായകനായ ശ്രീ കെ ബാബു മുൻമന്ത്രി അദ്ദേഹത്തിൻ്റെ ശക്തമായ പണാധിപത്യത്തിൻ്റെ മുൻപിൽ പാർട്ടി മുട്ടുമടക്കി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിന്റെ ദേവികുളങ്ങര കൗൺസിലർ ശാന്ത വിജയനും പാർട്ടി വിട്ടു. ശാന്ത വിജയൻ ഇത്തവണ BJP ടിക്കറ്റിലാണ് മത്സരിക്കുന്നത്. ഞാൻ എന്നെ ഏൽപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റി അത് എന്തായാലും whatever it may be അത് നല്ല രീതിയിൽ ചെയ്തു തീർക്കണം എന്നുള്ള ഒരു പോളിസിയിലുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ആലുവ നഗരസഭയിൽ ഇടതുമുന്നണിയുടെ പ്രതിപക്ഷ നേതാവ് ഗെയിൽസ് ദേവസി പയ്യപ്പള്ളി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ രംഗത്തെത്തി. 15 വർഷമായി നഗരസഭാംഗമാണ് ഗെയിൽസ് ദേവസി. UDFന്റെ വികസന പദ്ധതികളിൽ ആകർഷനായാണ് മുന്നണി മാറിയതെന്ന് ഗെയിൽസ് ദേവസി പറയുന്നു. വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നിങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ പലതും കാണാം. അതെല്ലാം ഇതിൽ എണ്ണപ്പെട്ട കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ കണ്ടില്ല, അതെല്ലാം വെറുതെ പ്രഹസനമാണ് പറയുന്നതിനോട് എനിക്ക് യാതൊരുവിധ യോജിപ്പില്ല. ചെയ്തത് ചെയ്തു. കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വിമതശല്യം UDFന് തലവേദനയാണ്. അമൃത ന്യൂസ്, കൊച്ചി. കൊച്ചി കോർപ്പറേഷനിൽ മാത്രമല്ല, തൃശ്ശൂരിലും കോഴിക്കോടും ഒക്കെ ഉണ്ട് ഇതേ പ്രശ്നങ്ങൾ. കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി UDFലാണ് പൊട്ടിത്തെറി. നിരവധി നേതാക്കൾ ഇപ്പോൾ തന്നെ രാജിവെച്ചിട്ടുണ്ട്. പാർട്ടിയിൽ നിന്നും രാജിവെച്ച കോൺഗ്രസ് വെള്ളയിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിൽഫ്രഡ് രാജൻ നടക്കാവ് വാർഡിലെ RJD സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാനിബ് ചോണാട് കാണശ്ശേരി ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. കഴിഞ്ഞ ആഴ്ച കോർപ്പറേഷൻ സീറ്റ് CMPക്ക് നൽകിയതിനെ തുടർന്നുള്ള തർക്കത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ 12 ഭാരവാഹികൾ രാജിവെച്ചിരുന്നു. കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റായ ചാലപ്പുറം ഡിവിഷൻ സംബന്ധിച്ചായിരുന്നു പൊട്ടിത്തെറി. മണ്ഡലം പ്രസിഡന്റ് അയൂബ് ഉൾപ്പെടെയുള്ളവരാണ് DCC ഓഫീസിലെത്തി രാജി നൽകിയത്. കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി NV ബാബുരാജ്, കോൺഗ്രസ് നടക്കാവ് മണ്ഡലം സെക്രട്ടറി ധനേഷ്, ലീഗ് കൗൺസിലറും കോഴിക്കോട് നോർത്ത് വനിതാ ലീഗ് മണ്ഡലം സെക്രട്ടറിയുമായ K റംലത്ത്, കോൺഗ്രസ് കൗൺസിലർമാരായ അൽഫോൺസ, ലീഗ് കൗൺസിലർമാരായ സജിത മുഴിക്കൽ തുടങ്ങിയവരും രാജിവെച്ചിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ നിമ്മി റപ്പായി രാജിവെച്ചു. സ്ഥാനാർത്ഥിത്വം നിരസിച്ചതിനെ തുടർന്നായിരുന്നു നിമ്മി റപ്പായുടെ രാജി. LDFൽ ചേർന്ന് മത്സരിക്കാനാണ് തീരുമാനം.